ചോദിക്കുന്നത് പ്രകൃതിയിൽ നിന്നാവോ? അവർക്ക് മനസ്സിലായി മനസ്സ് വന്നത് എവിടെ നിന്നല്ല, പ്രകൃതിയിൽ നിന്നല്ല. എന്തുകൊണ്ട് പ്രകൃതിയിൽ നിന്നല്ല? എന്തുകൊണ്ട് പ്രകൃതിയിൽ നിന്നല്ല? പ്രകൃതിയിൽ നിന്നായിരുന്നു എങ്കിൽ അത് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, പ്രകൃതിയിൽ നിന്ന് വന്നിരുന്നുവെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നാണ് ഈ ശരീരം ഉരുത്തിരിഞ്ഞെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നാണ് മനസ്സുരുത്തിരിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ആ മനസ്സ് പരിപൂർണമായി അച്ഛന്റെയും അമ്മയുടെയും ഒരുപോലെയുള്ളതായിരിക്കണം, സ്വഭാവമുള്ളതായിരിക്കണം. അവര് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു അച്ഛനും അമ്മയ്ക്കും 4 കുട്ടികളുണ്ടെങ്കിൽ 4 പേരുടെയും മനസ്സൊരുപോലെയല്ല. അവര് കണ്ടെത്തിയ ഒരു വലിയ കണ്ടെത്തൽ, വൈവിധ്യങ്ങളാണ് മനസ്സ്. എന്താണ്? ഒരു മനസ്സുപോലെ പരിപൂർണമായി മറ്റൊരു മനസ്സ് ഇവിടെ ഇല്ല. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് സമാനതകൾ ഉണ്ടെങ്കിലും, രാവിലെ ചായ കഴിക്കണോ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണോ, വൈകുന്നേരം ചായ കഴിക്കണോ, ഇത്തരത്തിലുള്ള സമാനതകളൊക്കെ നമുക്കുണ്ടെങ്കിലും പരിപൂർണമായി ഒരാളുടെ സ്വഭാവം പോലെയല്ല മറ്റൊരാളുടെ സ്വഭാവം. ചോദിക്കേണ്ട ഒരു ചോദ്യം, നിങ്ങളുടെ അതേപോലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മൈൻഡ്, അതേ സ്വഭാവമുള്ള ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇതുവരെ ഈ ലോകത്തിൽ ഒരാൾക്കും, ഞാനിപ്പോ എത്രയോ സപ്താഹങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെയൊക്കെ ചോദിച്ചിട്ട് അവർ ഉത്തരം പറഞ്ഞില്ല എന്നാണ്. ഇനിയിപ്പോ എറണാകുളത്തായിട്ട് ഉണ്ടാവും തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഒരു മനസ്സുപോലെ വേറൊരു മനസ്സ് ഇല്ല. അപ്പൊ പിന്നെ ഈ മനസ്സ് എവിടെ നിന്ന് വന്നു? ഇതായിരുന്നു ഋഷിമാരെ അലട്ടിയ ചോദ്യം. ഹിന്ദു മതത്തിന്റെ കാതലായ ചോദ്യമാണ് ഈ ചോദ്യം. വാട്ട് ഈസ് ഹിന്ദു റിലീജിയൻ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ഇന്ത്യൻ കൾച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതീയ സംസ്കാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇതാണ്: മനസ്സ് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അപ്പൊ എവിടുന്നാ മനസ്സ് വന്നത്? നമ്മൾ ഉത്തരം ഇപ്പോഴും കണ്ടെത്തിയില്ലല്ലോ. പ്രകൃതിയിൽ നിന്നല്ല. സാധാരണ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പറയാ ആള് മരിച്ചു പോയിട്ടോ. എങ്ങോട്ട് പോയി? ട്രിവാൻഡ്രത്തേക്കോ?